ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന ജി മണിയെ തേടിയുള്ള അന്വേഷണത്തിലാണ് SIT. ഇതിനായി SITയിലെ തന്നെ സ്പെഷ്യൽ സ്ക്വാഡിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞ വിദേശ വ്യവസായിയുടെ മൊഴിയിലാണ് ജി മണിയെക്കുറിച്ചുള്ള പരാമർശം പുറത്തുവന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ വിദേശ വ്യവസായിയും നൽകിയ വിവരങ്ങൾ സംബന്ധിച്ച് SIT അന്വേഷണം ആരംഭിച്ചു. ഡി മണി എന്ന ദാവൂദ് മണിക്ക് ഈ ഇടപാടുമായി ബന്ധമുണ്ടെന്നാണ് ഇരുവരും നൽകിയ വിവരം. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഡി മണിക്ക് ബന്ധമുണ്ടെന്നും ഇരുവരും തമ്മിൽ വിഗ്രഹ കച്ചവടങ്ങൾ നടത്തിയതിന് സാക്ഷിയാണെന്നും ഈ വിദേശ വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചാണ് SIT സമഗ്രമായ പരിശോധന നടത്തുന്നത്. അതിനുവേണ്ടി പ്രത്യേക സ്ക്വാഡിനെ, SITക്കകത്ത് തന്നെയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയ ഒരു സ്ക്വാഡിനെ നിയമിച്ചിട്ടുണ്ട്. അവർ ചെന്നൈയിലടക്കം പോയി ഈ ഡി മണിയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയാണ്. ഈ ഡി മണിയെക്കുറിച്ച് ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ആർക്കുമില്ല. ഡി മണി, ദാവൂദ് മണി, ഈ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ പോലും അങ്ങനെ ഒരു പേര് വിഗ്രഹ കച്ചവടവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാനും കഴിയുന്നില്ല. അപ്പോൾ മുൻകാല കേസുകളോ ഈ പേര് ഏതെങ്കിലും സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ പുതിയൊരു പേരാണ്, പുതിയൊരു വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ല ഇനി മറ്റേ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്ന ആളാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഇത് സംബന്ധിച്ച് SIT കൃത്യമായ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. അന്വേഷിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് SITയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ഏതായാലും ദാവൂദ് മണി എന്ന ഡി മണി ആരാണ് എന്നറിയാനാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്. അയാൾക്ക് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഒക്കെ ഈ സ്വർണ്ണ ഉരുപ്പടികൾ ഈ ഡി മണി എന്ന് പറയുന്ന ദാവൂദ് മണിക്കാണോ കൈമാറിയിരിക്കുന്നത് എന്നതൊക്കെ സംബന്ധിച്ചുള്ള പരിശോധനകളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ആദ്യം ഡി മണി ആരാണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി ചെന്നൈയിലടക്കം പരിശോധന നടക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങൾ ഈ കാര്യത്തിൽ SIT എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, SIT എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്, അവരുടെ കൺക്ലൂഷൻ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ്.